ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 37 ഭാഗം. അമേ നാരായണ. നാമം 583. ആത്മവിദ്യ. ആത്മവിദ്യ എന്നാൽ ആത്മജ്ഞാനം, സ്വയം അറിയുക. നാം ആരാകുന്നു? നമ്മുടെ ആത്മൻ ബ്രഹ്മത്തിൻ്റെ ഭാഗമാകുന്നു. ബ്രഹ്മം എന്നാൽ പരമമായ യാഥാർത്ഥ്യം, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് ഭാരതീയ തത്വചിന്തയിൽ ബ്രഹ്മത്തെയാണ് പറയുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ വിദ്യ. ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത സിദ്ധാന്തം. ഈ ആത്മവിദ്യയിലൂടെയാണ് മോക്ഷപ്രാപ്തി സാധ്യമാകുന്നത്. മായയിൽ നിന്നുള്ള മോചനം കൂടിയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരമാണ് ദേവീ ഭജനത്തിലൂടെ സാധ്യമാകുന്നത്. 584 നാമം മഹാവിദ്യ. 10 മഹാവിദ്യമാരെ പറ്റിയാണ് തന്ത്രവിദ്യയിൽ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം പോലെ ശ്രീ ആദിപരാശക്തിയുടെ 10 രൂപങ്ങളാണ് മഹാവിദ്യമാരായി പറയുന്നത്. കാളി, താര, ത്രിപുരസുന്ദരി അഥവാ ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമവതി, ബഗ്ലാമുഖി, മാതംഗി, കമലാത്മിക ഇവരാണ് 10 മഹാവിദ്യമാർ. കാളിമാതയ്ക്ക് ഭയാനകമായ രൂപമാണുള്ളത്. വന്യമായ അയഞ്ഞ മുടിക്കെട്ട്, കാർമേഘം പോലെ ഇരുണ്ട ശരീരമുള്ള കാളിമാത. തലയോട്ടികൾ കൊണ്ടുള്ള മാല ധരിച്ച് 4 കൈകളിലായി തലയോട്ടി, രക്തമിറ്റ് വീഴുന്ന വാള്, അഭയ വരദമുദ്രകൾ ധരിച്ച മാതാ കാളി. രണ്ടാമതായി താരാദേവി. മാതൃസഹജമായ ഭാവത്തോടെയുള്ള താരാദേവി. താമരയിൽ ആസനസ്ഥയായവൾ. സംരക്ഷണഭാവമാണ് ദേവിക്ക് സ്ഥായിയായ ഭാവം. ലൗകിക അസ്തിത്വത്തിൻ്റെ സമുദ്രം കടക്കാനായി സഹായിക്കുന്നവളാണ് മാതാ താര. സംസാരതരിണി എന്നും മാതാ താരയെ വിളിക്കുന്നു. മൂന്നാമതായി ത്രിപുരസുന്ദരി അഥവാ ഷോഡശി. ഉദയസൂര്യൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്ന ശരീരമുള്ള ത്രിപുരസുന്ദരി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുന്നവളാണ് ത്രിപുരസുന്ദരി എന്നാണ് തന്ത്രവിധിയിൽ പറയുന്നത്. ത്രിലോകങ്ങളിലും സുന്ദരിയായവൾ എന്നാണ് ത്രിപുരസുന്ദരി എന്ന നാമത്തിന് അർത്ഥം. മഹാവിദ്യയിൽ പാർവതീദേവിയെ പ്രതിനിധീകരിക്കുന്നവളാണ് ശ്രീ ത്രിപുരസുന്ദരി. താന്ത്രിക പാർവതി എന്നും ത്രിപുരസുന്ദരിയെ വിളിക്കുന്നു. നാലാമതായി ഭുവനേശ്വരിയെ പറ്റിയാണ് പറയുന്നത്. ഭുവനമെന്നാൽ ജീവലോകം, ചലനാത്മകമായ പ്രവർത്തികളുടെ സ്ഥലമാണ് ഭുവനം. ആ ഭുവനത്തിൻ്റെ പരമാധികാരിയാണ് ഭുവനേശ്വരി. ഭുവനമെന്നാൽ കേവലം ഭൂമി മാത്രമല്ല, ആകാശം, ഭൂമി, വായു ഇവ ചേർന്ന ഭുവനത്രയത്തിനും അധീശ്വരിയായ ഭുവനേശ്വരി. ചുവപ്പു നിറത്തിൽ താമരയിൽ ആസനസ്ഥയായ ദേവി ഭുവനേശ്വരി. തിളങ്ങുന്ന ശരീരമാണ് ദേവിക്കുള്ളത്. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായി സൃഷ്ടിയുടെ ഊർജമായ ക്രിയാശക്തിയെ തീവ്രമായി തപസ് ചെയ്തു എന്നും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടയായ ദേവി ഭുവനേശ്വരിയായി അവതരിച്ചു എന്നുമാണ് ദേവിയുടെ അവതാര കഥ. അഞ്ചാമതായി പറയുന്നത് ചിന്നമസ്തയെ പറ്റിയാണ്. പ്രചണ്ഡ ചണ്ഡിക എന്നും അറിയപ്പെടുന്ന ചിന്നമസ്ത മിന്നൽ പിണർ പോലെ തിളങ്ങുന്ന ശരീരത്തോടു കൂടിയവളാണ്. പഞ്ചതന്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഡാകിനി, വർണ്ണിനി എന്നീ സുഹൃത്തുക്കളോടൊപ്പം പാർവതീദേവി കുളിക്കാനായി പോയി എന്നും വഴിയിൽ 2 സുഹൃത്തുക്കൾക്കും വിശന്നപ്പോൾ സ്വന്തം ശിരസ് ഛേദിച്ച് അവർക്ക് രക്തമുണ്ണാനായി നൽകി എന്നുമാണ്.
അതിനാൽ തന്നെ ചിന്നമസ്ത ത്യാഗത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് തന്ത്രവിധിയിൽ പറയുന്നു. ആറാമതായി പറയുന്നത് ഭൈരവി ദേവിയെ പറ്റിയാണ്. ഭൈരവി എന്ന നാമത്തിനർത്ഥം ഭയം ജനിപ്പിക്കുന്നവൾ എന്നാണ്. 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച നിറമാണ് ദേവിക്ക്. ദേവിയെ സകല സിദ്ധി ഭൈരവി എന്നും വിളിക്കുന്നു. ഭൂമിയിലെ സകല സിദ്ധികളും പ്രദാനം ചെയ്യുന്നവളായതിനാലാണ് സകല സിദ്ധി ഭൈരവി എന്ന നാമം. ചണ്ഡിക എന്നും അറിയപ്പെടുന്നത് ഭൈരവിയാണ്. ചണ്ഡ മുണ്ടാദികളെ നശിപ്പിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ചണ്ഡിക എന്ന നാമം ദേവിക്കുള്ളത്. ദേവിയുടെ കൈകളിൽ വാള്, രാക്ഷസ ശിരസ്, അഭയ, വരദ മുദ്രകൾ കാണാം. ഏഴാമതായി പറയുന്നത് ധൂമവതിയെ പറ്റിയാണ്. ധൂമം അഥവാ പുകയുടെ നിറമുള്ളവളാണ്. ദേവിയുടെ വാഹനമാണ് കാക്ക. ദാരിദ്ര്യം, ദുഃഖം, പട്ടിണി എന്നിവയുടെ പ്രതീകമായാണ് ധൂമവതിയെ കാണുന്നത്. കാലത്തിൻ്റെ നശീകരണ ഭാവം സ്വരൂപമാക്കിയവളാണ് ധൂമവതി ദേവി. ജീവിതത്തിൻ്റെ നൈമിഷികതയുടെ പ്രതീകമാണ് ദേവി. എട്ടാമതായി പറയുന്നത് ബഗ്ലാമുഖിയെ പറ്റിയാണ്. സ്തംഭനദേവി എന്നാണ് ബഗ്ലാമുഖി അറിയപ്പെടുന്നത്. ശത്രുക്കളെ നിയന്ത്രിക്കാനും സ്തംഭിപ്പിക്കാനും കഴിയുന്നവളായതിനാലാണ് ദേവിയെ സ്തംഭനദേവി എന്ന് വിളിക്കുന്നത്. കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് നിർത്തുന്നത് പോലെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ശത്രുക്കളെ കടിഞ്ഞാണിട്ട് നിർത്താനായിട്ട് ദേവിയെ ഭജിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അവശ്യഘട്ടങ്ങളിൽ മൗനമായിരിക്കാനുള്ള കഴിവ് നൽകുന്നവളാണ് ബഗ്ലാമുഖി. തന്ത്രയോഗയിൽ പ്രാണായാമത്തിൻ്റെ അധിപതിയായിട്ടാണ് ബഗ്ലാമുഖിയെ കാണുന്നത്. ഒൻപതാമതായി മാതംഗി. സരസ്വതി ദേവിയുടെ താന്ത്രിക രൂപമായി പറയുന്നതാണ് മാതംഗി. വീണവായന, സംഗീതം എന്നിവയിൽ പ്രഗത്ഭയാണ് മാതംഗി. നാഡിയിലൂടെ സഞ്ചരിക്കുന്ന നാദമാണ് സരസ്വതിയും മാതംഗിയും എന്നാണ് പറയുന്നത്. പത്താമതായി കമല. ലക്ഷ്മി ദേവിയുടെ താന്ത്രിക രൂപമാണ് കമലാത്മിക. ധനധാന്യ സമ്പുഷ്ടിയുടെ അതീശ്വരിയാണ്. താമരയിൽ ആസനസ്ഥയായി കൈകളിൽ താമരകൾ പിടിച്ചിരിക്കുന്ന ദേവിയാണ് കമലാത്മിക. കാമാഖ്യ ക്ഷേത്രത്തിൽ ആദിപരാശക്തിയുടെ ഈ 10 ഭാവങ്ങളിലും നമുക്ക് ദേവിയെ ദർശിക്കാനായി കഴിയും എന്നാണ് പറയുന്നത്. ഈ 10 ഭാവങ്ങളിലും മഹാവിദ്യയായി വാണരുളുന്നത് മറ്റാരുമല്ല ശ്രീ ത്രിപുരസുന്ദരി തന്നെ എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ മഹാവിദ്യ എന്ന് വിളിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നാമം 585 ശ്രീവിദ്യ. ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ സാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള താന്ത്രിക മാർഗമാണ് ശ്രീവിദ്യ. ശ്രീവിദ്യാതന്ത്രത്തിലെ ഉപാസനാമൂർത്തിയാണ് ശ്രീലളിതാ ത്രിപുരസുന്ദരി. ശ്രീലളിതാ ത്രിപുരസുന്ദരിയാണ് പ്രപഞ്ചത്തിൻ്റെ ആധാര കേന്ദ്രമെന്നും ദേവിയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ നടത്തുന്നത് എന്നുമാണ് ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ അടിസ്ഥാന ചിന്ത. ആ പ്രപഞ്ചത്തിൻ്റെ ആധാരശക്തിയായ ദേവിയെ ശ്രീചക്രത്തിൽ അല്ലെങ്കിൽ ശ്രീയന്ത്രത്തിൽ കുടിയിരുത്തിയിരിക്കുന്നുവെന്നും ശ്രീചക്രത്തെ ആരാധിക്കുന്നതിലൂടെ ദേവീ പ്രസാദമുണ്ടാകും എന്നുമാണ് ശ്രീവിദ്യാതന്ത്രത്തിലെ ഒരു വിശ്വാസം. ശ്രീവിദ്യാമന്ത്രം അല്ലെങ്കിൽ പഞ്ചദശി മന്ത്രജപം, അതുപോലെ ശ്രീലളിതാ സഹസ്രനാമ ജപമെല്ലാം ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അഗസ്ത്യൻ, വസിഷ്ഠൻ, ദാത്രേയൻ, പരശുരാമൻ ഇവരെല്ലാം തന്നെ ശ്രീവിദ്യ ഉപാസകരായ ശ്രീവിദ്യാതന്ത്രത്തിലെ പ്രധാന ഉപാസനാമൂർത്തിയായ ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹത്താൽ ഭക്തന് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദേവിയെ ശ്രീവിദ്യ ആ തന്ത്രം സ്വരൂപമാക്കിയ ശ്രീവിദ്യ തന്ത്രവിധി തന്നെ സ്വരൂപമാക്കിയ ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന അർത്ഥത്തിലാണ് ദേവിയെ ശ്രീവിദ്യ എന്ന് ഇവിടെ വിളിക്കുന്നത്. നാമം 586 കാമസേവിത. ദേവിയുടെ പ്രധാന ഉപാസകരിൽ ഒരാളായിരുന്നു കാമദേവൻ. ഭസ്മമായിടത്തു നിന്ന്
കാമദേവനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ദേവിയാണ്. ആ കാമദേവനാൽ പരിസേവിക്കപ്പെടുന്ന ദേവി കാമസേവിത എന്ന് അറിയപ്പെടുന്നു. നാമം 587. ശ്രീ ഷോഡശാക്ഷരീ വിദ്യ. ഷോഡശാക്ഷരീ മന്ത്രം. പഞ്ചദശി മന്ത്രം 15 അക്ഷരങ്ങളുള്ള മന്ത്രമാണ്. ശ്രീവിദ്യാമന്ത്രം എന്നും പഞ്ചദശി മന്ത്രത്തിന് പേരുണ്ട് എന്ന് നമ്മൾ പറയണ്ടായി. ആ പഞ്ചദശി മന്ത്രത്തിലേക്ക് ഒരക്ഷരം കൂടെ ചേർത്ത് ശ്രീ എന്നൊരക്ഷരം കൂടെ ചേർക്കുമ്പോഴാണ് അത് ഷോഡശാക്ഷരീ മന്ത്രമായി മാറുന്നത്. ആ ഷോഡശാക്ഷരീ മന്ത്രം തന്നെ സ്വരൂപമാക്കിയ ദേവി ലളിതാംബിക. ദേവിയെ ഷോഡശി എന്നും വിളിക്കാറുണ്ട് എന്ന് നമ്മൾ മഹാവിദ്യമാരെ പറ്റി പറഞ്ഞപ്പോൾ പറയേണ്ടായി. അപ്പോൾ അപ്രകാരമുള്ള ശ്രീ ഷോഡശാക്ഷരീ വിദ്യയായി വിളങ്ങുന്ന ദേവി ലളിതാംബിക.